ഹായ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ സർച്ചുവിലാണ് അവസാനം എത്തിയത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സർച്ചുവിൽ നിന്ന് കെയ്ലോങ്ങിലേക്കാണ്. ഏകദേശം 120 കിലോമീറ്ററിനടുത്താണ് ഈ സർച്ചുവിൽ നിന്ന് കെയ്ലോങ്ങിലേക്കുള്ള ദൂരം. ഈ ലേ ട്രിപ്പ് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അനായാസമായി ചെയ്യാൻ പറ്റിയ യാത്രയായിരുന്നു കെയ്ലോങ്ങിലേക്കുള്ള യാത്ര. റോഡിൻ്റെ കണ്ടീഷനൊക്കെ വളരെയധികം മെച്ചപ്പെട്ട കണ്ടീഷനായിരുന്നു. ചില സ്ഥലങ്ങളിൽ റോഡ് പണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചു മാത്രം. ഈ വഴിയിലൂടെയൊക്കെ പൊടിപടലങ്ങളൊക്കെ ആയി ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അതൊഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആസ്വദിച്ച് ചെയ്തൊരു ട്രിപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ ഭൂപ്രകൃതി പറയുമ്പോൾ കുറച്ച് വേറെയാണ്. കുറച്ച് മരങ്ങളും അതേപോലെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഈ വരണ്ട പ്രദേശത്ത് നിന്ന് പെട്ടെന്നൊരു പച്ചപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണ്ണിനൊക്കെ കുളിർമയുന്ന ഒരു കാഴ്ചയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സർച്ചുവിലേക്ക് വീഴുന്ന വഴിയൊക്കെ ജനവാസ മേഖലയെ കാണാൻ തുടങ്ങി എന്നുള്ളത്. കെയ്ലോങ്ങിലേക്ക് പോകുന്ന റൂട്ടിലൊക്കെ അത്യാവശ്യം ജനവാസ മേഖലകൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, കടകളും ഹോട്ടലുകളും എല്ലാം ഈ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ സ്ഥലങ്ങളൊക്കെ എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ വയനാടും മൂന്നാറൊക്കെ നമ്മൾ ആലോചനയിൽ വരിക. പക്ഷേ ഇവിടെ കാണുന്ന മഞ്ഞ്, മലമുകളിൽ കാണുന്ന മഞ്ഞൊന്നും നമ്മുടെ നാട്ടിൽ കാണില്ല എന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നാട്ടിലെ പോലെ തന്നെ വയനാട് ചുരം ഇറങ്ങുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. കാരണം സർച്ചുവിൽ അങ്ങോട്ട് കെയ്ലോങ്ങിലേക്ക് നിന്ന് പോകുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറക്കം ഇറങ്ങി പോകുന്ന പോലെയാണ്. ആ ഒരു ചുരം ഇറങ്ങി പോകുന്ന ഒരു ഫീലൊക്കെയാണ്. ഇവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മലയിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ കല്ലും കാര്യങ്ങളൊക്കെ റോഡിലേക്ക് വന്ന് വീഴുന്ന പതിവുണ്ട്. താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി ഒരേ നില, ഒരേ ഒന്നായി നാം ഉൾമൊഴി, ഒന്നായി നാം കൺവഴി, ഒരേ നില, ഒരേ സ്വപ്നങ്ങളും മോഹവും ഒന്നിനി. ആകാശവും മേഘവും സഖി നാം ഇന്ന് പോൽ ചേർന്നിതാ. പാടുന്നു ഞാൻ മൗനമാ സഖി, നീ കേൾക്കുവാൻ മാത്രമാ.
അപ്പോൾ ഇവരാണ് നമ്മുടെ യാത്രയിലുടനീളം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ. 29 പേരടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് 29 പേരടങ്ങിയ ഗ്രൂപ്പാണ്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് സോനാമാർഗിൽ നിന്ന് മണാലിയിലേക്ക്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാർ. ഇതിൽ തന്നെ പ്രായമേറിയ ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ ആയിരുന്നു. നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരുന്നു. എന്നാലും എല്ലാവരും പൊതുവായിട്ട് ഹിന്ദിയായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് അവരുടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അങ്ങനെ കെയ്ലോങ്ങിലെത്തി. ഇനി അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ മണാലിയിലേക്കാണ്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണ്. മണാലിക്കുള്ള യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന റോതാം പാസ്സാണ്. ഈ ട്രിപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത മൊമെൻറ്റുകളിൽ ഒന്നാണ് ഈ റോതാം പാസിലേക്കുള്ള യാത്ര. മഞ്ഞ് മൂടിക്കിടക്കുന്ന റോതാം പാസിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. വളരെ നല്ല കാഴ്ചകളായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.